നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്താരാഷ്ട്ര പുരാവസ്തു ഇടപാടുകാരുമായി ബന്ധമുള്ള തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി ഡി മണിയെയും കൂട്ടാളികളായ ബാലമുരുകനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. ഡി മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച് സ്വർണ്ണ ഉരുപ്പടികൾ വിറ്റെന്ന് പ്രവാസി വ്യവസായി SIT മൊഴി നൽകിയിരുന്നു. ഇത് ശബരിമലയിലെ ഉരുപ്പടികളാണെന്നാണ് അനുമാനം. ഇതിൽ വ്യക്തത തേടിയാണ് ചോദ്യം ചെയ്യൽ. വെങ്കടേഷാണ് ഡി മണിയെ ചോദ്യം ചെയ്യുന്നത്. മണി ഉപയോഗിക്കുന്ന സിമന്റ് ഉടമയാണ് ബാലമുരുകൻ. ഭാര്യയും ബാലമുരുകനൊപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം മണിയുടെ ഓഫീസിലും വ്യാപാര സ്ഥാപനങ്ങളിലും അടക്കം SIT പരിശോധന നടത്തിയിരുന്നു. കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ വിദേശ വ്യവസായിയാണ് സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയുടെ പങ്ക് വെളിപ്പെടുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണി എന്ന EMS മണി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ രാവിലെ ഹാജരായിരുന്നു. ഈഞ്ചക്കലിലെ SIT ഓഫീസിലാണ് ചൊവ്വാഴ്ച രാവിലെ മണിയും സിം കാർഡ് നൽകിയ സുഹൃത്ത് ബാലമുരുകനും എത്തിയത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ SIT നോട്ടീസിലൂടെ ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരും എത്തിയത്. ഡി മണി അഭിഭാഷകനൊപ്പവും ബാലമുരുകൻ ഭാര്യയ്ക്കൊപ്പമാണ് ഓഫീസിലെത്തിയത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചെന്നിത്തലയും വിദേശ വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മണിയെയും ബാലമുരുകനെയും SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. വ്യവസായി നൽകിയ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഡി മണിയിലേക്ക് SIT എത്തിച്ചേർന്നത്. താൻ ഡി മണിയോ ദാവൂദ് മണിയോ അല്ലെന്നും സുഹൃത്ത് ബാലമുരുകന്റെ പേരിലുള്ള സിം ഉപയോഗിക്കുന്നേ ഉള്ളൂവെന്നും അന്വേഷണ സംഘത്തോട് നേരത്തെ മണി വ്യക്തമാക്കിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ കൊള്ളയെക്കുറിച്ചോ അറിയില്ലെന്നും ഇയാൾ പറഞ്ഞിരുന്നു. മണിയെക്കുറിച്ച് മുൻപ് ഡിണ്ടിഗൽ കേന്ദ്രീകരിച്ച് കൃത്യമായ അന്വേഷണത്തിനോ വിവരശേഖരണത്തിനോ SITക്ക് സാധിച്ചിരുന്നില്ല. തുടർന്ന് ചൊവ്വാഴ്ച ഹാജരാകാൻ നോട്ടീസ് നൽകിയായിരുന്നു. മണിക്ക് സ്വർണ്ണക്കൊള്ളയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യമാണ് SIT പരിശോധിക്കുന്നത്. മണിയുടെ നമ്പർ SITക്ക് നൽകിയത് വ്യവസായിയാണ്. സ്വർണ്ണ ഉരുപ്പടികൾ ഡി മണി വഴി കടത്തിക്കൊണ്ടുപോയെന്നാണ് മൊഴി. വിമാനത്തിലാണ് മണി തിരുവനന്തപുരത്ത് എത്തിയത്. ഡിണ്ടിഗലിൽ നിന്നും റോഡ് മാർഗമാണ് മണി പണം എത്തിച്ചത്. ശബരിമലയിലെ ഉന്നതരും ഇടപാടിന് സാക്ഷിയാണെന്നാണ് മൊഴി. സ്വർണ്ണപ്പാളികൾ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയ്ക്ക് കൈമാറിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് വെളിപ്പെടുത്തിയത്. തിരുവനന്തപുരത്തെ ഹോട്ടലിലാണ് പോറ്റി മണിയുമായി ഇടപാട് നടന്നത്. ഇതിന് താൻ സാക്ഷിയാണ്. കച്ചവടത്തിനായി ആദ്യം സമീപിച്ചത് തന്നെയാണ്. പുരാവസ്തുക്കളിൽ താല്പര്യമുള്ളതിനാൽ ഡിണ്ടിഗലിലെ ഡി മണിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് അമൂല്യ വസ്തുക്കൾ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടത്. വിലപേശലിൽ തീരുമാനമുണ്ടാകാത്തതിനാൽ എല്ലാം കാണാൻ കഴിഞ്ഞില്ല. കച്ചവടം നടന്നില്ല. ലോഹ കച്ചവടക്കാർക്കിടയിൽ മണി അറിയപ്പെടുന്നത് ദാവൂദ് മണി എന്നാണ്. ഇങ്ങനെയാണ് വ്യവസായി മൊഴി നൽകിയത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് നീക്കം. കൂടുതൽ ഉദ്യോഗസ്ഥരെ വേണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. 2 CIമാരെ ടീമിൽ അധികമായി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പ്രത്യേക അപേക്ഷ നൽകി. ഉദ്യോഗസ്ഥരുടെ കുറവ് അന്വേഷണത്തെ ബാധിക്കുന്നുവെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നുമായിരുന്നു ആവശ്യം. അന്വേഷണത്തിന് കൂടുതൽ ഉദ്യോഗസ്ഥരെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള SITയുടെ പ്രത്യേക അപേക്ഷ കോടതി പരിഗണിച്ചു. അതിനിടെ പത്മകുമാറിനും ഗോവർദ്ധനും ജാമ്യം നൽകരുതെന്ന് SIT ആവശ്യപ്പെട്ടു. ഇവരുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് SIT റിപ്പോർട്ട് നൽകി. അന്തർ സംസ്ഥാന ബന്ധമടക്കം പരിശോധിക്കുകയാണ്. ഗോവർദ്ധൻ കേസിലെ പ്രധാന കണ്ണിയാണ്. ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നു. ഡിസംബർ 5 ശേഷം കേസിലെ അന്വേഷണം മെല്ലപ്പോക്കാണെന്ന് ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ഹൈക്കോടതി പറഞ്ഞിരുന്നു. വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ലെന്നും ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട സ്വർണം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചിരുന്നു. അതേസമയം കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ റിമാൻഡ് നീട്ടി. 14 ദിവസത്തേക്കാണ് റിമാൻഡ് നീട്ടിയിരിക്കുന്നത്.